എനിക്കവിടെ നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നബിയേ. നരകത്തിലായാ പിന്നെ പറയും വേണ്ട. ഇരുന്നോ ആ രണ്ട് കിടക്ക് അവർ ഇരിക്കോളി, അല്ലെങ്കിൽ അപ്പുറം പോയിക്കോളി. കുറെ നേരം ഈ ബാക്ക് ഇങ്ങനെ നടക്കുന്നു. ചെറിയ കിടാക്ക് അവർ പോണോ, അവരെ കടത്തണ്ട, അവർ പോണോ. പക്ഷെ അവർ അപ്പുറപ്പുറം കുറെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവർ ഇങ്ങനെ അങ്ങ് നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു. പാല് പോലെ നോക്കിയ പോലെ. അതൊരു ഡിസ്റ്റർബാണ് മജ്‌ലിസ്, ചെറിയ കിടാക്ക. അപ്പൊ അവർക്കത് ഞങ്ങൾ ചെല്ലിട്ട് കൊടുക്കണോ? എനിക്ക് പിന്നെ ഇപ്പൊ ഈ മൈക്കിൽ എന്നെ ചെല്ലാന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. നിങ്ങൾ പരന്നും ചെല്ലു കൊടുക്കണം. പരന്ന് വരുമ്പോ വേറെ റോഡും പെയിഞ്ഞിട്ട് മാത്രം കടത്തുന്നതല്ല, അവിടെ പോയിട്ട് അങ്ങനെ വേണമെന്ന് കുടിച്ചിട്ട് കടത്തും. എനക്ക് മതി മതിയാവല്ല, തിന്നറാറ്റ് പിന്നെ തിമ്മിക്കുന്നില്ലേ? തിമ്മിക്കണോ? എന്റെ കിടാവ് തിമ്മിക്കണോ? ഓനെന്നെ ഞാൻ ഇത്രയ്ക്ക് ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു. പക്ഷെ അത് മാത്രം പോരാ. അങ്ങനെ തിമ്മിച്ചെങ്ങ് തടി കട്ടിയാവുന്നല്ലാണ്ട് കൽബ് കട്ടിയാവേല, സ്വഭാവം കട്ടിയാവേല, ഈമാൻ ഇസ്ലാമും കട്ടിയാവേല, അദബും ഗുരുത്വവും കട്ടിയാവേല. അത് നിങ്ങളെ കണ്ടിട്ടേ പഠിക്കും. ഇത് നിങ്ങൾ ഈ കമ്പളത്തിന്റെ പോത്ത് പോലെ അങ്ങിങ്ങ് പായം കഴിഞ്ഞെങ്കിൽ പിന്നെ കിടാവെന്താവും? പൊരം തന്നെ ചെല്ലു കൊടുക്കുകയും പോണം. ഇതിനെല്ലാം ചെല്ലു കൊടുക്കാൻ ഉസ്താദ്മാർക്ക് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. ഉസ്താദിന് ആയത്തുൽ കുർസി പഠിപ്പിക്കുന്നുണ്ട്, യാസീൻ പഠിപ്പിക്കുന്നുണ്ട്, നിസ്കാരത്തിന്റെ ഫർദ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം പഠിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കിടാൻ ഇതെല്ലാം പഠിപ്പിക്കുന്ന ടൈമില്ല. അപ്പോൾ കുറച്ചെല്ലാം നിങ്ങളും ചൊല്ലി കൊടുത്തോളൂ. അവിടെ പോയി ഇങ്ങനെ ഇരിക്കണമ്മ. അത് പള്ളി വലിയോരെതിരിൽ പോയിട്ട് ഇരുന്നിരണ്ട, വയസ്സന്മാരെതിരിൽ എന്ത് വെച്ച് മുണ്ടിരണ്ട, പള്ളിൻ്റെ അവിടെ കൂറ്റുങ്കോ ജാക്കിയിരണ്ട. അത് പള്ളി ജാഗ്രതയിൽ പോകണോ? അപ്പൊ കിടാ ഒരു സമയം നിങ്ങളിലേക്ക് വെക്കും. അവിടെ വയസ്സന്മാരെന്നെ കളിക്കണം. അപ്പൊ കിടാവിൻ്റെ വിചാരണോ ആയുമ്പോ നീ കളിക്കിട്ടുണ്ട്, അവർ കളിക്കിട്ട് അവർ വേണ്ടി പോലെ ആക്കട്ട്, നീ കളിക്കിട്ടുണ്ട്. കാരണം ഇപ്പത്തെ കിടാക്ക് എങ്ങനെയെങ്കിലും കിടാ കാണുന്ന തന്നെ തന്നെ. ചില ആൾക്കാർക്ക് പള്ളിയും ചെല്ലെങ്കിൽ ക്ലബ്ബ് പോലെ, 5 സ്റ്റാർ ക്ലബ്ബ് പോലെ എല്ലാം പള്ളിൻ്റെ പറഞ്ഞല്ലോ. പള്ളി എന്ത് ചെല്ലല്ലേ വേണ്ടിയ പോലെ മതിയല്ലേ, ധാരാളമാണ്. അവയാൽ അള്ളാഹു ഉപകാരപ്പെടുത്തട്ട്. പള്ളി അള്ളാന്റെ ലോകത്ത് ബണ്ണയും നോക്കി തന്നെ കൂലിയുള്ള ജാഗയാണ് പള്ളി. അങ്ങനെ കൂലി കിട്ടുന്ന ഒരു ജാഗയും ലോകത്തിൽ വെറുതെ ഇങ്ങനെ. അപ്പൊ നോക്കിട്ട് പോയാൽ മതിയാ. നോക്കിട്ട് പോകാനത് അമ്മേന്റെ പരല്ല, വരണോ നിസ്കരിക്കാൻ പറഞ്ഞോ. അങ്ങനെ കൂലി കിട്ടുന്നതിലേക്ക് നേരെ പോയിട്ടുണ്ട്. പണ്ട് ആരോ ഒരാള് ഏതൊരു ഉമ്മ ചെല്ലിയല്ല മുത്താലിമിന്റെ ഒരു കത്ത തീർത്തുമ്മ ബാപ്പാന്റെ മേലെ, എന്റെ ബാപ്പാന്റെ മേലെ കിടാവ് 3 കുള്ളല്ലോ തിരിയലിലായി കത്തായി 150 രൂപ തരി. ഉമ്മ കേട്ടോലെ ആകണം അത്രയാന്ന്. അതിന് പിന്നെ പറഞ്ഞു 3 കുള്ളല്ലോ ഒരു കത്ത ഓതിയ പോലെ. നല്ല കഥ. അത് അതിന്റെ കൂലിയോട് സമാനമെന്നല്ലാതെ അതുപോലെയാണെന്നല്ല. അതാ കടമ തീരണമെങ്കിൽ ഹത്തന്നെ ഓതണോ? ഇവിടെ നിസ്കരിക്കാനാണ് പള്ളി, അല്ലാണ്ടത് ചന്തം കൂട്ടാനും മിനാരം വെച്ചിട്ട് വല്ലേ ഫ്ലാറ്റ് പോലാക്കിട്ട് കെട്ടാനുള്ളതല്ല. പുറം നാട്ടുകാരിൽ പോയിട്ട് മധു പറയാനുള്ളതല്ല പള്ളി. ഞങ്ങളെ പള്ളി ഭയങ്കര അഞ്ജലിച്ച് പള്ളിൻ്റെ ഉള്ളിൽ കാണേണ്ടത് നിങ്ങള്, ഹദ്ദാദിനെ കാണേണ്ടത് നിങ്ങള്, ജമാഅത്തിനെ കാണേണ്ടത് നിങ്ങള്. അവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യക്രമങ്ങൾക്കും നിങ്ങൾ സജീവ സാന്നിധ്യം വേണം. പള്ളി എപ്പോഴും ഹയാത്താവണം. ഇനി റമളാനാ വരാൻ പോണത്, പള്ളി ഒരിക്കലും കാലിയാവാൻ പാടില്ല. അള്ളാഹു ഞങ്ങൾ നന്നാക്കി തരട്ടെ. ആശങ്ക പങ്കുവെച്ചു നബിയോട്, നബിയെ ഞാൻ നരകത്തിലായ പിന്നെ നബി തങ്ങളെ കാണാനേ കഴിയല. അത് ഉറപ്പന്നെ. നരകത്തിലുള്ളവർ റസൂലുള്ളാഹിനെ കാണുന്ന ഇല്ല. ഇനി സ്വർഗത്തിലാണെന്ന് കൂട്ടിക്കോ, എന്നാലും നബിയെ നിങ്ങളെ കാണാൻ എന്നെ കൊണ്ടാവേല നബിയെ. കാരണം എന്തേ, എന്നെക്കാളും വലിയോറല്ല നിങ്ങൾ അടുത്തുണ്ട്. നബിമാർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലത്തോറു, ഈസാ നബിനെ പോലത്തോറു, ഉമർ ഖത്താബ് തങ്ങളെ പോലത്തോറല്ലോ. അതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഇടയിൽ കയറ്റി വരുന്ന നബിനെ കാണാൻ? അപ്പൊ ഈ ദുനിയാവിന്റെ അത്ര പോലും കണക്ക് നബി തങ്ങളെ കാണാൻ അവിടെ കയ്യാലല്ലേ? ആ ബേജാറാ നബിയെ എനിക്ക്. അതാണ് എന്റെ ക്ഷീണോ, അതാണ് എന്റെ ഇപ്പത്തെ ഈ ബേജാറ്, അതന്നെയാണ് എന്റെ കൽബിന്റെ ഇപ്പത്തെ രോഗം എന്ന് പറഞ്ഞപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അല്ലാഹുവിന്റെ വഴിപ്പെട്ടവരാ, അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടവരാ, ഹബീബായ നബി തങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചവരാ, ആ നബിയെ പൂർണ്ണമായും ആദരിച്ചവരാ, ആ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയവരാ.
അതാണല്ലോ നബി തങ്ങൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ. ആ നിലക്ക് ഹബീബായ നബി തങ്ങൾക്ക് വഴിപ്പെട്ടവരാണെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ നാളെ നബി തങ്ങളെ കൂടെയാണ്, റസൂലുള്ളാഹിന്റെ ചാരത്താണ്, നല്ലവർക്കൊപ്പമാണ്. അവരൊരിക്കലും അവിടെ വേറെയല്ല, അവിടെ റസൂലുള്ളാഹിൽ നിന്ന് അകന്നു പോവേണ്ട ഗതികേട് വരല. എല്ലാം കൊണ്ട് നബി തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, ഓരം പറ്റി ജീവിക്കേണ്ട ഒരവസ്ഥ അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് തരണമെങ്കിൽ ഹബീബായ നബി തങ്ങളെ ഖൽബ് കൊണ്ട്, കണ്ണുകൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് നീ നല്ലോണം സ്വീകരിക്കണം. നബി തങ്ങളെ നല്ലോണം സ്വീകരിക്കണം. എപ്പോഴും നബി തങ്ങളെ മേലെ സലാത്ത് നിന്റെ വായിൽ വേണോ? ഞാൻ നിസ്കരിച്ച നിസ്കാരം ചിലപ്പോ അതിന്റെ കർമ്മം പോലെ അല്ലെങ്കിൽ അത് പോകും, നാളെ ആഖിറത്തിൽ ആ ലിസ്റ്റിൽ കാണാനില്ല. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഇതിനല്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നതും ഇരുന്നതും ഐസ്ക്രീം തിന്നതും എല്ലാം ഒന്നും വിട്ടില്ല. നിങ്ങൾ പല കണക്കും വളക്കിട്ട് പോയി അല്ലെ? മുതലാളിന്റെ ഗല്ലിൽ ഇരുന്നിട്ടാകുമ്പോ നിങ്ങൾ എഴുതേണ്ട കുറെ കണക്ക് എഴുതിച്ച, മേസ്ത്രി പണിക്കാരെ കുറെ കൂലിന്റെ പേര് കണക്ക് എഴുതിച്ച, കണ്ടക്ടറെ കുറെ ടിക്കറ്റിന്റെ പേര് എഴുതിച്ച. ഇവിടെ കണ്ടക്ടർ ഉണ്ടെങ്കിൽ നീയല്ല. ഉദാഹരണം എന്റെ എന്നാരിയല്ല നീ കേട്ടോ നാളെ എല്ലാരും ഞമ്മ കണക്ക് കുറെ തപ്പിക്കുന്നില്ലേ എന്ന് നീ പള്ളിന്റെ സെക്രട്ടറി തന്നെ പൈസ എല്ലാം ഉള്ളക്കാക്കിട്ട് പോയതുകൊണ്ട് കൊടുത്തല്ല. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ പോലീസ് പിടിച്ചില്ലേ? പള്ളിന്റെ പൈസ എല്ലാം ബാങ്കിലുണ്ടായി. പള്ളിന്റെ പൈസ അല്ല, ഇടി നാട്ടുകാരെ പൈസ എല്ലാം ഉണ്ട് ബാങ്കിൽ. അവസാനം ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോയി കുറെ പൊന്നും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 എത്രയോ കിലോ പൊന്ന്, അത്ര പൈസ എല്ലാം കട്ടുകൊണ്ടുപോയി ബാങ്ക് വിളിച്ചിട്ട്. അവസാനം പോലീസിന്റെ നായും പോലീസിന്റെ ബായും എല്ലാം വന്നിട്ട് പിടിച്ചിട്ട് കള്ളനെ പിടിച്ചു. കള്ളൻ പിടിച്ച് നോക്കുമ്പോ പള്ളിന്റെ ജനറൽ സെക്രട്ടറി ഫിറ്റായ ആള്. എങ്ങനുണ്ട്? ഇതാണിപ്പോ നമ്മളെ അവസ്ഥ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. നിങ്ങ അങ്ങ് നോക്കണ്ടെന്ന് ഊർത്തതല്ലാന്ന്. അങ്ങനെയാണിപ്പോ ജാഗതിക മട്ടത്തിൽ വാതാവരണ പരിസ്ഥിതി എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആമീൻ. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾ വരുമ്പോ എല്ലാം അവിടെ റിക്കാർഡിക്കലാണ്, എല്ലാം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ഞങ്ങൾക്കായിട്ട് എന്തും ഇല്ല, ആകെ ചെയ്ത അമല് മാത്രം അല്ലേ? ഞങ്ങൾ ചെയ്ത അമലല്ലാതെ വേറൊന്നും ഞങ്ങളെ കൂടെയില്ല. മാവലത്തും നിങ്ങൾ പ്രസവിച്ചതും നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം മണ്ണിനാണ്, എല്ലാ മണ്ണിലേക്ക് ചേരോ. നിങ്ങൾ ഉണ്ടാക്കിയ നിർമ്മിതികള്, കെട്ടിടങ്ങള്, ബിൽഡിങ്ങുകള്, ഫ്ലാറ്റുകള് എല്ലാം നാളെ നിങ്ങളെ ഉപേക്ഷിച്ച് നശിച്ചു പോകുന്നതാണ്. നിങ്ങളെ കൂടെ അതിന്റെ ഒരു പില്ലർ പോലും കബറിലേക്ക് വരല, അതിന്റെ ഒരു ഇഷ്ടിക കഷ്ടം പോലും നിങ്ങളെ കൂടെ വരല. ഒമാ ജമഅതും ഫലിദ്ദഹാബ്, നിങ്ങൾ ഒരുമിച്ച് സ്വരൂപിച്ച് കൂട്ടിയതെല്ലാം, നിങ്ങൾ ടോട്ടലാക്കി കണക്ക് കൂട്ടിയിട്ട് വെച്ചതെല്ലാം, ഏത് ബാങ്കിലായാലും, ഏത് അക്കൗണ്ടിലായാലും, ഏത് പേരിലായാലും ആവശ്യമുള്ളവർ പോയി, അല്ലാത്തവർ പോണ്ട. അല്ലാത്തവർ പോകാനേ കാല അങ്ങനെ ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാനൊന്നും ഇവിടെ വരണ്ട. ഇതൊരു ജ്യൂസ് കൊടുക്കുന്നല്ല വേല. ആലോചിച്ച ഇങ്ങനെ ചെല്ലിങ്ങ് പോന്നോർ പോവാ, പോണ്ടാന്ന് പോണ്ടാൻ ചെല്ലിട്ടല്ലേ ചെല്ലേ, പോണ്ട. ഇത് അമ്മന്റെ മങ്ങലല്ല. എന്റെ സ്വപ്നം കുടിച്ചിട്ട് ഇത്ര നേരം പാഞ്ഞില്ലേ? MP റീചാർജ് ആക്കാന്, മൊബൈൽ കുത്തി നോക്കാന്, ബൈക്ക് പെട്രോൾ നോക്കാന്, അടക്ക പറിക്കാന്, അടക്ക ഒരിക്കാന്, അമ്മനെ കാണാന്, ഫോൺ വിളിക്കാന്, സ്കൂളിലേക്ക് പോവാന്, ഫീസ് കെട്ടാന്, പുത്തൂർക്കും ഈരവണ്ടാടിക്ക് എല്ലായിടത്തേക്കും പോയില്ലേ? എനിക്ക് 2 മണിക്കൂർ അല്ലാക്ക് ഇതിന്റെ ഇടയിൽ ഇടക്ക് പോയണ്ട, ഇതിന്റെ ഇടയിൽ അല്ലാക്ക് വേറെ ഇടക്ക് പോയണ്ട. നാളെ പോണം മരിച്ചിട്ട് കണ്ടില്ലേ മുഞ്ഞാന്ന് രാത്രി. ഇന്ന് ഇതേ ഭാഗത്ത് വയല് പറയേണ്ട ആള് അല്ലേ? ഇന്നടെ തുർക്കളിക്കല്ലേ? തുർക്കളി ഭാഗത്ത്
ആ ഇന്നലെ എരുമാട, നാളെ എന്തോ മിഞ്ഞാന്ന് ഞാൻ വയല് പറഞ്ഞെന്റെ നേരെ ഇപ്പുറത്ത് എന്ത് ബിർമിനടുക്ക ബദിയടുക്ക ഭാഗത്ത് ഞാൻ എന്റെ അപ്പുറത്തുണ്ടാവുന്ന രാത്രി അതിന്റെ ഇപ്പുറത്ത് മൂപ്പരായി പ്രസംഗിക്കേണ്ട ആളായിരുന്നു മഹാനരായ പ്രഗത്ഭ പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനും മഹാനരായ ഉസ്താദ് മസ്ഊദ് സഖാഫി കൂടല്ലോ. ഇന്നിപ്പോ അയാളെവിടെ? നല്ല ആരോഗ്യമുള്ള ബാല്യക്കാരനല്ലേ, കാണാൻ എന്ത് ചെയ്യലുണ്ട്, എന്താ ആരോഗ്യം ഉണ്ടായിന്, എത്ര നല്ല വയല്, എത്ര ചന്തത്തിൽ രാത്രി പ്രസംഗിച്ചിന്, എത്ര പാങ്ങല കാറ് കയറിയിട്ട് പോയിന്, 100 ചില്ലാനും കിലോമീറ്റർ തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് മനോഹരമായ നിലക്കെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് വീട്ടിൽ വെച്ചിട്ട് പിറ്റേന്ന് രാത്രിയാകുമ്പോ മടങ്ങിപ്പോയത് പിറ്റേന്ന് വയല് പറയേണ്ട സ്റ്റേജിലേക്കല്ല, മണ്ണറയിലേക്കാണ്. അല്ലാഹു പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖിദ്മത്ത്, ദീനീ ദഅവത്ത്, അദ്ദേഹത്തിന്റെ സേവനം അല്ലാഹു ഖബൂലാക്കട്ടെ. ഇതാണ് മനുഷ്യരാ. ഞാനും നിങ്ങളും അങ്ങനെയാണ്. എപ്പോ എങ്ങനെയെന്ന് പറയാൻ കഴിയല. പക്ഷേ ഞാനും നിങ്ങളും വിചാരിച്ചത് ഇപ്പൊ ഏതായാലും 10-30 ആണ്ടൊക്കെ മരിക്കല എന്നാണ്. അല്ലേ അല്ലേ? ഞങ്ങൾ എല്ലാരും വിചാരിച്ചത് അങ്ങനല്ലേ? മുമ്പോട്ട് ഫോണാക്കി ചെല്ലുന്ന അങ്ങനെ. ഇപ്പൊ തുറന്നൊന്നുമില്ല, ഒരു ഏതാണ്ട് കഴിഞ്ഞിട്ട് മതി. ഏതാണ്ടോളം നീ ഉള്ളേ, ഏതാണ്ടോളം നീ ഉള്ളേ. ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കി 25 ആണ്ടക്ക് 75 ലക്ഷം റുപ്യ. 25 ആണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് 3.5 കോടി. 25 ആണ്ടക്ക് ഫിക്സ് ആക്കണം. നിനക്ക് 1 മിനിറ്റ് ഫിക്സ് ഉണ്ടാ എന്താ എന്താ? ഇതിനെല്ലാം ഗ്യാരണ്ടി ഉണ്ട്. 6 മാസം 1 മാസം എല്ലാം. നിനക്ക് 1 സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ല. എന്നിട്ട് നമ്മൾ അവസ്ഥ കണ്ടെങ്കില എപ്പോഴും ഉടനെ ഉപ്പിലിട്ട് ഈ ലെമൻ പോലെ, നേരം പുളി പോലെ, ലിംബ പോലെ എപ്പോഴും ആണ്ടുപോലും ഇടന്റെ ബാക്കിയാണെന്നാണ് നമ്മളെ വിചാരം. നമ്മൾ മരിക്കല. നമ്മളെ അഹങ്കാരങ്ങള്, നമ്മളെ ഫിത്ന ഫസാദങ്ങള്, ആലിമീങ്ങൾക്കെതിരെ, തങ്ങന്മാർക്കെതിരെ, നാട്ടിന്റെ നേതാക്കൾക്കെതിരെ, പള്ളികൾക്കെതിരെ, മഹാന്മാർക്കെതിരെ, ഔലിയാക്കൾക്കെതിരെ, ജന്മം നൽകിയ ഉമ്മ ബാപ്പാക്കെതിരെ, കുടുംബക്കാർക്കെതിരെ അല്ലേ? ഞങ്ങളെ അഹങ്കാരമെല്ലാം കാലാകാലം ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു എന്നർത്ഥത്തിലാണ്. എന്നാ ഒന്നോർത്തോ മാ ജമാഅത്തും ഫലിദ്ദഹാബ്. നിങ്ങൾ സ്വരൂപിച്ച് വെച്ചതെല്ലാം, നിങ്ങൾ കൂട്ടിവെച്ചതെല്ലാം, നിങ്ങൾ ഡിപ്പോസിറ്റ് ആക്കി വെച്ചതെല്ലാം, നിങ്ങൾ അവിടെ കെട്ടാക്കിയിട്ട് വെച്ച അടക്കന്റെ ഗോണിയെല്ലാം ഫലിദ്ദഹാബ്, അതെല്ലാം ഏതോ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതാണ്. നിങ്ങളെ കൂടെ വരല. ആ അടക്കന്റെ കെട്ട്, അടക്കന്റെ കോണി, ആ തേങ്ങന്റെ കൊപ്പറ നിങ്ങളെ കൂടെ വരല. വമാ അമിൽതും ഫഫിൽ കിതാബ്. നിങ്ങൾ ചെയ്ത ഓരോന്നും ഇവിടെയുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. ഒരു കണക്കും അവിടെ വിട്ടുപോയിട്ടില്ല. ഒരു പുള്ളി പോലും വിട്ടുപോയിട്ടില്ല. എല്ലാം റിക്കാർഡിക്കലാണ്. എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ല ബോധത്തില് വേണം, നല്ല ഓർമ്മയിൽ വേണം, ഏത് സമയത്തും അല്ലാഹുവിന്റെ തഖ്വയില് വേണം, പടച്ച റബ്ബിന്റെ ഇബാദത്തില് വേണം. നാവിനെ സൂക്ഷിക്കണോ. ഇൻഷാ അല്ലാഹ് റമളാൻ വരാൻ വേണ്ടി പോന്നതിന് മുന്നേ നീ എല്ലാം കൊണ്ടും മനുഷ്യന്മാരോട് വിരിശപ്പെട്ടവനായി, എല്ലാവരോടും മത്സക്കാരോട് രാജിയായി, എല്ലാ നിലക്കുള്ള പകയും വിദ്വേഷവും മനസ്സിൽ നിന്നിട്ട് മാറ്റിയിട്ട് നീ എല്ലാം കൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ തയ്യാറാവണോ. റമളാന്റെ നോമ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ നിന്റെ കൽബൊന്ന് ക്ലിയർ ആക്കണം. സർപ്പ് സോപ്പല്ലിട്ടിട്ട് ഞങ്ങനെ കത്തിയെടുത്ത് കീറിയിട്ട് പുറത്തൊക്കെ ഇട്ടുണ്ടായി സർപ്പിൽ കാതോനി. അതിന്റെ ഉള്ളിലുള്ള പക, അരിസം, ദ്വേഷം അതെല്ലാം ഒന്ന് മറന്ന് എല്ലാം ഫോണാക്കിയിട്ട് വിളിച്ചിട്ട് പൊരുത്തപ്പെടിച്ച് എല്ലാം എന്തെങ്കിലും കൊടുക്കാനുണ്ട്, എടുക്കാനുണ്ട്, അതെല്ലാം ആക്കി പിടിച്ചിട്ട് ഒന്ന് റാഹത്ത. എന്നിട്ട് റമളാനെ സ്വീകരിച്ചു. അല്ലെങ്കിൽ നിനക്ക് റമളാനായെങ്കെന്ത്, ഷഅബാനായെങ്കെന്ത്, കാട്ടുകോയിക്കെന്ത് സംക്രാന്തിന്ന് തിരിഞ്ഞിട്ട് നിങ്ങന്ത് ഇങ്ങനെ ഒരു ബേജാറ്. എന്തേ കപ്പള് മുങ്ങി എന്ത് ടെൻഷൻ ബേജാറൊന്നും വേണ്ട. ഒരു മല മറിഞ്ഞ എന്തുവാന്നില്ല. ഇവിടെ എല്ലാം വെച്ച പോലാണ്, എല്ലാം പഠിച്ചോ വെച്ച പോലെ. അതിന്റെ അപ്പുറം എന്തുവാന്നില്ലേ? ഞമ്മ വിചാരിക്കുന്ന അത്രയും എന്താവോ എന്തോ, എനെന്താനാ എന്തോ, എന്താവോ എന്തോ, എനെന്താനാ എന്തോ, ഒരു കുന്തോവൻ എല്ലാം അല്ല വെച്ച പോലെ എല്ലാം. നിങ്ങൾ നോക്കൂ, അറാദു ഖത്തല യൂസുഫ. പണ്ട് ഈജിപ്തിന്റെ നാട്ടുകാർ
അതായത് ഈജിപ്തിന്റെ പിന്നെ നാട്ടിലുണ്ടായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാർ അറാദു ഖത്ല യൂസുഫ, അവർ യൂസുഫിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കിണറ്റിലേക്ക് ഇട്ടത്. പക്ഷേ ഫലം യമുത്, മരിക്കാൻ വേണ്ടിയിട്ട് ഊന്തിരിട്ടിട്ട് മരിച്ച. നിങ്ങൾ ചെല്ലിന്ന് ഒരു പസ് സപ്പോർട്ടാക്കി വയ്യ പോകുമ്പോ 10,000 കൊടുക്കുന്നല്ലേ ചെല്ലി അല്ലേ എന്റെ തലക്കിടുന്നത് നീ. ഹലോ സർ 10,000 അല്ല നിങ്ങൾ ബായ് വളർന്നിരിക്കാൻ ഒരു പാട്ടൊന്നും അല്ല, നിങ്ങൾ എന്റെ കൂടെ പോകണം, ഇത് പഠിക്കേണ്ട വിഷയം. യൂസുഫിനെ ഓർ കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് ഊന്തിയിട്ടത് എന്തിന്? തണ്ണി ഉണ്ടാ നോക്കാനാ? മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചു ഊന്തിയിട്ടു. പക്ഷേ യൂസുഫ് നബി മരിച്ചില്ല. എന്തേ? അതല്ലാന്റെ തീരുമാനം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവർ ഇങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ മേലായ റബ്ബിന്റെ തീരുമാനം അയാൾ മരിക്കരുത് എന്നാണ്. എന്നിട്ട് പിന്നതാ ആ ഈജിപ്തിന്റെ നാട്ടുകാർ കിണറ്റിൽ നിന്ന് കൊണ്ടുപോയോർ ചന്തയിൽ കൊണ്ടുപോയിട്ട് യൂസുഫിനെ വിറ്റു. എന്തിനറിയാലിയൂനാബുദ, അടിമയാവാൻ വേണ്ടിയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനായിരുന്നു അവരെ തീരുമാനം. പക്ഷേ മേലായ റബ്ബിന്റെ തീരുമാനം ഫസാറ മലിക, ഈജിപ്തിന്റെ രാജാവായി, ഈജിപ്തിന്റെ പ്രസിഡന്റായി, പ്രധാനമന്ത്രിയായി യൂസുഫ് നബി മാറി. മനുഷ്യന്മാർ തലകുത്തി മറിഞ്ഞെങ്കിലും ഒന്നും നടക്കല. എല്ലാം അല്ലാഹുവിന്റെ വിധിയാണ്, ലീലാവിലാസമാണ്. അതുകൊണ്ട് നീ അവിടെ നിന്നോ, അവനോട് ദുആരുന്നോ, അവനിലേക്ക് ഇബാദത്തെടുത്തോ, അവനിലേക്ക് തഖ്വ ചെയ്തോ, ഭാരമേൽപ്പിച്ചോ. മനുഷ്യന്മാരെ പേടിക്കണ്ട. അവ ഏത് ഹലാക്കിന്റെ വാർത്തയും മോശമില്ല, ഏത് വാർത്തയും മോശമില്ല. അവനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അവൻ ഏത് പണക്കാരനായാലും മോശമില്ല, അവനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതിന്റെ അർത്ഥം നീ കരടി പോലെ നടക്കണമെന്നല്ല. ഹക്ക് പറയുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് ഉപകാരാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരാളിൽ സൗഹാർദ്ദം കാണുന്നതിന് വേണ്ടിയിട്ട്, ഒരാളിൽ പിരിസം കാട്ടുന്നതിന് വേണ്ടിയിട്ട് നീ ആരും എന്താക്കണ്ട. നോക്കണ്ട, ഞാനിനിപ്പോ കാക്കാന്റെ മോൻ്റെ ആരും മുണ്ടുന്നില്ല, കുടുംബക്കാർ ആരും മുണ്ടുന്നില്ല. ഇനിയിപ്പോ ഞാനും മുണ്ടിട്ടാകുമ്പോ വലിയ കാക്ക കരസം വന്നെങ്കില അത് നീ നോക്കണ്ട. പഠിച്ചോനെ നോക്കിയാൽ മതി. ലാ തഅത ലി മഅസിയത്തില്ല. വലിയ കാക്ക കരസം വരും എന്ന് പറഞ്ഞിട്ട് നീ എളാബന്റെ മോനിൽ മുണ്ടാണ്ടിരിക്കണ്ട. വലിയ കാക്കല്ല വലുത്, അല്ലാഹ് വലുത്. നീ അവിടെ നിൽക്കണം. അങ്ങനെയെങ്കിൽ എന്റെ മങ്ങലാകുമ്പോ എന്താവും? എന്തോ ആവല, എല്ലാം അല്ല വെച്ച പോലെ. നീ എന്ത് വിചാരിച്ചു എല്ലാം 1 ലിറ്റർ മങ്ങലാക്കി തരുന്നു? അതിന് ഓൻ വേണ്ടക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ അള്ളാന്റെ മേലെ വാരിപ്പെടും. ഞങ്ങൾക്ക് അത് തന്നെയാണ് മിസ്റ്റേക്ക്. അതിനെ ഞങ്ങൾക്ക് ഈമാനില്ല. ഞങ്ങൾക്ക് അള്ളാഹ് എന്നതൊരു പറച്ചല് മാത്രമല്ല. വല്ല പ്രയാസവും ബുദ്ധിമുട്ടൊന്നും വരുമ്പോ വെറുതെ അങ്ങനെ ചെല്ലും അല്ലാഹ് അല്ലാഹ്. അല്ലാണ്ട് ഖൽബിൽ അല്ലാഹയില്ല, ഈമാനിൽ അല്ലാഹയില്ല, ഇസ്ലാമിന്റെ അല്ലാഹയില്ല, ആരാധനകളിൽ അല്ലാഹയില്ല. അത് കേവലം ഒരു പറച്ചല് മാത്രമായിട്ട് മാറിയപ്പോ പടച്ച റബ്ബ് ഞങ്ങളെ കൈയൊടിഞ്ഞു. അത് പറ്റാല, അത് പറ്റാല. ബിലാൽ ഇബ്നു റബാഹ, ബിലാൽ ഇബ്നു റബാഹ. നിങ്ങൾ കേൾക്കാത്തതാ, നിങ്ങൾ ചെല്ലാത്തതാ? ചെല്ലും പോലെ കേൾക്കും പോലെ ചെല്ലി. ഞങ്ങൾ ഇങ്ങനെ ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കണക്കോരോ. നിങ്ങൾ വെറും പാപത്തിൻ്റെ ഓർ ഭയങ്കര സൈലന്റ് മനുഷ്യന്മാർ, പൂ പോലത്തോറ്, ചമ്പാപ്പൂ പോലത്തോറ് നമുക്കറിയും. എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ഉഷാറുള്ള സലാത്തു ആമീനോ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പില്ലേ, ഞങ്ങൾക്കൊരു എനർജിയുടെ ഉഷാറിൽ കിട്ടും. ഈ മൈക്കിൻ്റെ എതിരിൽ ഈ സൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ മുണ്ടുമ്പോ ഞങ്ങൾ നല്ലോണം ടേഡാണ്. ആ ടേഡാന്തല്ലേ ഞങ്ങൾ മറക്കുന്നത് നിങ്ങൾ സലാത്തു ആമീന്റെ സൗണ്ട് എല്ലാം കേൾക്കും. നിങ്ങൾ നല്ല റാഹത്തിൽ പോകണോ? നിങ്ങൊരു ജിഗറിൽ നല്ല ഈല് പോകണം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ, മഹാനരേതാ, തന്റെ ആൾക്കാർ, ഉമ്മയത്തടക്കമുള്ള തന്റെ നേതാക്കന്മാർ ചുട്ടുപഴുത്ത വെയിലത്ത് കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്.
ദിവസങ്ങളോളം പട്ടിണി കിടുകയാണ്. മലർത്തി കിടത്തിയിട്ട് മഹാനര് നെഞ്ചത്തേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെക്കുകയാണ്. വെള്ളം എന്ന് ചോദിക്കുന്ന സമയത്ത് വെള്ളം വെള്ളം എന്ന് ചോദിച്ച നേരത്ത് ഉമ്മയ്യത്തും അവന്റെ ആൾക്കാരും മൂത്രം കുടിപ്പിക്കുകയാണ്. എന്നിട്ട് ചുട്ടുപഴുത്ത പാറകൾക്ക് മുകളില്, കല്ലുകൾക്ക് മുകളില്, മണലുകൾക്ക് മുകളില് മഹാനായ ബിലാൽ തങ്ങളെ ബലിച്ചൊണ്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. തോലെല്ലാം ഉരിഞ്ഞുപോയി, ശരീരമെല്ലാം കീറിപ്പൊറിഞ്ഞുപോയി, വിശന്നൊട്ടിയ വയറുമായി ദാഹിച്ച വശനായി വളരെ ക്ഷീണത്തോടെ കഴിയുന്ന സമയത്ത് പോലും അവർ പറഞ്ഞു, ബിലാലേ, നീ അല്ലാഹനെ മറക്കണോ? നീ അല്ലാഹനെ വിടണോ? നീ മുഹമ്മദിനെ ഒഴിവാക്കണോ? എന്നാ നിനക്ക് ഞങ്ങൾ ജ്യൂസ് തരാ, അല്ല നിനക്ക് ഞങ്ങൾ വേണ്ടിയത് തരാ എന്നാ നാട്ടുകാർ പറഞ്ഞ നേരം മഹാനരായ ബിലാൽ എല്ലാം മറന്നുകൊണ്ട് ഉച്ചസ്ഥലം പറഞ്ഞു. ആകാശം വിറക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞു, അല്ലോ അല്ലോ അല്ലോ. എപ്പോഴും മഹാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും, എത്ര കണ്ട് പീഡനങ്ങൾ നേരിടേണ്ടി വന്ന നേരത്തും അല്ലാഹനെ വിട്ടില്ല. ഞമ്മക്കെന്തല്ല ഞങ്ങ ഫസ്റ്റ് എന്തെങ്കിലും വേറെ നമുക്ക് ഉടനെ പോയോ ഏതെങ്കിലും ഒരു കണേന്റെ അടുത്ത സ്വാമിന്റെ അടുത്ത അതിന്റെ കണക്ക് വെച്ചിട്ട് നോക്കൂ. അപ്പൊ ചെല്ലും, എന്ത് പ്രശ്നമൊന്നും ഇല്ല, കുറച്ച് അരിയെല്ലാം കൊണ്ടിട്ട് ഊതിയിട്ട് അപ്പുറപ്പുറെല്ലാം ആക്കി. അങ്ങനല്ല ആയിട്ട് പിന്നെ നോക്കുമ്പോ അരി കൊണ്ടിട്ട് ഊതി ഇടി മൈതാണി കിട്ടും നോക്കുമ്പോ 3 കിട്ടോളം അരി തീരുന്നല്ലാണ്ട് ഒരു വേറെമ്പലം എന്ത് കൊണായിട്ട് സിദ്ധറാമയും കുറച്ച് അഞ്ചികൾ യാർ തരുന്നില്ല, അതും പോയി. അവസാനം എന്തായി? അവസാനം പയ്യൻ നോക്കുമ്പോ ആര് ചെല്ലും, ഒന്ന് കാണിച്ചിട്ട് ആശുപത്രിക്ക് ഒന്ന് അങ്ങനെ ആശുപത്രിക്കാരോ നല്ല മനുഷ്യന്മാർ ചെല്ലിട്ട് കൊണ്ടുപോയിട്ടാകുമ്പോ അവിടെ എന്തോ എക്സ്റേ സ്കാനിങ് എടുത്താകുമ്പോ ചെല്ലി എന്തോ ഒരു ഫോൾട്ട് കാണുന്നുണ്ട്, ഒരു മിസ്റ്റേക്ക്. അത് ഉടബില്ല ഒരു അതിനുള്ള ഫെസിലിറ്റി ഇല്ല, കുറച്ച് അപ്പുറം കൊണ്ട്. എന്നാലും കുറച്ച് ഡേഞ്ചർ തന്നെ കാണുമ്പോ ഒന്ന് ചെല്ലണ്ട, ഇപ്പൊ ഒന്റെ ചെല്ലണ്ട. അങ്ങനെ നേരെ മംഗലാരോ മണിപ്പാളും ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് ഉദാഹരണം പറയുന്നത്, നമ്മളെ അല്ലാഹ് എങ്ങനെ ഉണ്ട്. അങ്ങനെ മണിപ്പാള കസ്തൂർബാക്ക അല്ലാഹയുടെ പിന്നെ എന്താ ആശുപത്രിന്റെ പേര് എന്താ ഇതുമായിട്ട് അല്ലാഹു നമുക്ക് ഒരു ആശുപത്രിയും വിധിക്കണ്ട, ഒരു ആശുപത്രിയും അല്ല വിധിക്കണ്ട. ഞങ്ങളെ പൈസ ആശുപത്രിന്റെ ബില്ല് കെട്ടിട്ട് തീർക്കേണ്ട ഗതികേട് അല്ലാഹു ഞങ്ങളെ പൈസക്ക് വരുത്തണ്ട. ആമീൻ. അങ്ങനെ അവിടേക്ക് പോയിട്ട് എത്തിയിട്ടാകുമ്പോ ഓറ് ചെല്ലി ക്യാൻസർ 4th സ്റ്റേജ് കഴിഞ്ഞ്. ഇനി എന്തൊരു പ്രതീക്ഷ ഭർവസയില്ല. ഇനെന്താക്കുന്ന ഇനി കുറച്ച് ട്രീറ്റ്മെന്റ് ആക്കി ഡെയിലി ഒരു 5000ന്റെ ഇഞ്ചക്ഷൻ എല്ലാം പോണോ എന്ന് ചൊല്ലിയിട്ട് ഓൻ്റെ അടുത്ത് ഡോക്ടർമാർ വെച്ചിട്ട് അങ്ങനെ ആകുമ്പോ ചെല്ലിട്ടാകുമ്പോ ഈ ചങ്ങായി എല്ലാവർക്കും ഫോണാക്കി. നാട്ടുകാർക്ക്, ഉസ്താദിന്, തങ്ങക്ക്, അമ്മായിക്ക്, മരുമക്ക് എല്ലാവർക്കും, ആരി ചെക്കന്റെ വേണ്ടപ്പെട്ടവർ ഫോണാക്കിട്ട് ചെല്ലെന്ന് പറഞ്ഞാ എന്തായി എനെന്താക്കാൻ പറ്റില്ല. എന്താ ഡോക്ടർ ശരിയായി, അത് 4 സ്റ്റേജും കഴിഞ്ഞില്ലോ, അത് ഭയങ്കരല്ലോ. നീ ഇത്ര നാക്കാൽ ആര് വെച്ചേടാ? ഇനി അല്ല വെച്ച വലാട്ടോ, ഇനി അല്ല വെച്ച. അപ്പൊ എന്നെന്താക്കണ്ടിയേ? ഇനി ഇത്ര നേരം തക്കിയ പട്ടണ ഏതാ? അതന്നെ നമ്മള് മിസ്റ്റേക്ക്. ഞമ്മക്ക് അള്ളാന്റെ ഓർമ്മ പറഞ്ഞ 4th സ്റ്റേജ് കഴിയും. അതിന് മുന്നേ ഞങ്ങൾക്ക് അള്ളാഹു ഇല്ല, റസൂലും ഇല്ല. നിങ്ങൾ നോക്കി റബീഉൽ അവ്വലിന്റെ ഒരു മൗലിദ് അല്ലാണ്ട് അതിന്റെ പിന്നെ ഒരു മൗലിദ് ഓതി നമ്മളെ പറയില്ലേ? ശരിക്കുന്ന കണ്ട ഡൗട്ട് ഉണ്ടാണ്, മുക്രിക്ക് കിട്ടിയിട്ടേ ഇല്ല മൗലിദ് ഇല്ല. മൗലിദ് ഓതണം ചെന്ന് നമ്മളെ പറയില്ല മൗലിദ് ഇല്ല. പിന്നെ മൗലിദ് ഓതണ്ടാ ചെന്ന് ഒരുത്തോളൂ ഇവിടെ അവനെ ഞമ്മ വിടാം, അവന്റെ അലിക്ക് വിടാം. അവൻ എന്ത് വേണം കേട്ടോ, അവിടെ മുക്കത്തൊക്കെ പോയിട്ട് അവിടെ പോയി കേട്ടോണ്ട് ഞമ്മ അവന്റെ വിഷയം കണ്ട. അവന് പിന്നെ ഈ മൗലിദ് നല്ല ഏത് മാസം വന്ന അവന് കണക്ക്. റബീഉൽ അവ്വൽ വരുമ്പോ ചൊല്ലോ മൗലിദ് വേണ്ട, റസൂലുള്ള നമ്മളെ പോലെ തന്നെ ആളെന്ന് മാത്രമല്ല നബി തങ്ങളെ ഉമ്മയും ബാപ്പയും കാഫിർ നരകത്തിൽ. ഹായ് ഞമ്മ കേട്ടിട്ട് മുണ്ടാണ്ടിരുന്നു. ഓന്റെ വിധി ഹബീബായ നബി തങ്ങളെ ഞങ്ങളെപ്പോൾ തോന്നുന്ന ഒരു മനുഷ്യൻ, അവൻ റസൂലിന്റെ ആളാ. നബി തങ്ങളെ ഉമ്മ ബാപ്പ നരകത്തിൽ നിന്ന് പച്ച ബൈക്ക് കെട്ടിയിട്ട് പ്രസംഗിക്കുന്ന വരുത്തോ? ഓ ഒരു മനുഷ്യനാ, ഓ ഒരു മൂമിന. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങ. എന്നിട്ട് ഹദീസിൽ വന്ന ഓരോരോ പദങ്ങൾ എടുത്തിട്ട് ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെക്കും. അബൂഹു അബൂക വ അബീ ഫിന്നാർ എന്നും പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ഇമാം നബവി തങ്ങൾ കണ്ടിട്ടില്ലേ?
ആ ഹദീസ് ഇമാം ഷാഫി തങ്ങൾ കണ്ടില്ല, ആ ഹദീസ് മഹാന്മാർ കണ്ടില്ല. അവരെല്ലാവരും പറഞ്ഞു നബി തങ്ങളെ ബാപ്പ ഉമ്മ നരകത്തിലല്ല, നജാത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കള്, അവിടുത്തെ ബാപ്പ ഉമ്മ ബീവി ആമിന, മഹാനരായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്. അവർ രണ്ടാളും മുഅ്മിനീങ്ങളാണ്, അവർ ഒരിക്കലും നരകത്തിലല്ല എന്ന് ലോകത്ത് പറയാത്ത ഒരു ഇമാമിങ്ങളുമില്ല. പക്ഷേ ഇതൊന്നും മോന് പിടിക്കുന്നില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഓന്റെ പറച്ചൽ എങ്ങനെയാണ്? മൗലിദില്ല, മാലയില്ല. നബി തങ്ങളെ ഞങ്ങളെപ്പോൾ തന്നെയാണ്. നബി തങ്ങളെ ബാപ്പ ഉമ്മ നരകത്തില്, അതുകൊണ്ട് മൗലിദൊന്നും വേണ്ട. മക്കത്തില്ല, മദീനത്തില്ല. ഓന്റെ പാട്ട് ആട്ട് സാരയില്ല, കേട്ടിട്ട് കുറച്ച് മുണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോ റബീഉൽ ആഖിർ വന്ന് അപ്പൊ വന്നിട്ട് പാടാൻ തുടങ്ങിയ റാത്തിബില്ല, ദിക്റില്ല, മുഹ്യിദ്ദീൻ ശൈഖില്ല, മമ്പുറന്തങ്ങളില്ല, മിഅ്റാജില്ല, മിഅ്റാജ് നോമ്പില്ല, മിഅ്റാജിന്റെ മൗലിദില്ല. സാരമില്ല, കുറച്ച് കഴിയുമ്പോ അടങ്ങൂന്ന് പറഞ്ഞിട്ട് മുണ്ടാണ്ടിരിക്കുമ്പോ ഷഅബാനായി. ഷഅബാനിൽ തുടങ്ങിയോ ബറാത്തില്ല, ബറാത്തിന്റെ നോമ്പില്ല, ബറാത്തിന് 3 യാസീനില്ല. സാരില്ല, ഇനിയെങ്കിലും അടങ്ങൂന്ന് മുണ്ടാണ്ടിരിക്കുമ്പോഴാണ് റമളാനായി. അപ്പൊ വന്നിട്ട് ചൊല്ലോ തറാവീഹ് 20 അത്ഭുതമല്ല. ഓനേതായാലും ഇങ്ങനെ ബഹളനുള്ള പിരാന്ത്, ഓന്റെ ഭാഗ്യം അത് ചെല്ല. ഓന്റെ അകത്ത് കൂടനുണ്ട് ഒരു 4 ആള്. ശരിയല്ലേ, കുറച്ച് ശരിയല്ലേ, കുറച്ച് ശരിയല്ലേ, എന്ത് വലക്ക ശരി ശരി ഇലെന്ത് ശരിയുള്ള ഓ എല്ലാത്തിനും മോനുണ്ടാ. അത് മക്കത്തുണ്ടോ ഉസ്താദ്? മദീനത്തുണ്ടാ? ഒക്കെ എല്ലാം മക്കത്തും മദീനത്തുള്ള പോലാക്കുന്ന നീ അവിടെ ഖുത്ബ അറബിയില്. ചങ്ങായി നീ അല്ലേ മക്കത്തൊക്കെ നോക്കണോ? നോക്കൂ, മക്കത്ത് ഖുത്ബ അറബിയില്, മുക്കത്ത് നിന്റെ പള്ളിയില് ബംഗാളി അല്ല, മദീനത്തുണ്ടാ? മദീനത്തെ തറാവീഹ് 20 നിന്റെ പള്ളിയില്. അപ്പൊ നമുക്ക് മദീനം വേണ്ടേ? എല്ലാം ഒരു തരം ബഗിഡസ്. ആദർശം നല്ലോണം ജാഗ്രത ആക്കണം. ഈമാനാണ്. അത് വേണ്ടിയോട് ഒപ്പിക്കാനുള്ള പരിപാടിയല്ല. ചിലപ്പോ കമ്മിറ്റിക്കാരും നേതാക്കളെല്ലാം ചൊല്ലിരും. നാളത്തെ ഉസ്താദ് വരുമ്പോ ഈ ഖത്തീബ് ഉസ്താദിന്റെ അല്ല മുക്കറി കണ്ട് ശരിച്ചു പാർട്ടി എന്തും മുണ്ടിരുണ്ട, പാർട്ടി എന്തും മുണ്ടിരുണ്ട. ഇത് പാർട്ടിയല്ല കൂട്ടരെ, ഇത് പാർട്ടിയല്ല, ഇത് ഈമാന്, ഇത് ഈമാൻ, ഇത് പാർട്ടിയല്ല. പാർട്ടി ചെല്ലണ്ട. ഇന്നലെ മുന്നേ നിർത്തി ചെന്ന കേൾക്കുന്ന ഓരോ വലിയ നേതാവ് പാണക്കാട് തങ്ങന്മാരും എതിർക്കണ്ടാലോ, ഞമ്മ എല്ലാരും തങ്ങന്മാരെ എതിർക്കുന്നല്ലോ, തങ്ങന്മാർ ഞങ്ങളെ നേതാക്കളല്ലോ. ഓനിത് ചെല്ലാനും 100 ആണ്ട് കാക്കേണ്ടി വന്നു. ഇത്ര നാക്കാലവും ചെല്ലാൻ തെറിഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ നാശകാരികളും മുശ്രിക്കീങ്ങളുമാണ് തങ്ങന്മാർ. അങ്ങനെ ചെല്ലിയ വരുത്തി ഇന്ന് പ്രസംഗിക്കാനോ ഈടക്കടക്ക് വരുന്നു. തങ്ങന്മാര് നല്ലോണം ആക്ഷേപിച്ചു. അവർ തങ്ങന്മാർ മന്ത്രിക്കുന്ന നൂലിനെയും വെള്ളത്തെയും തമാശയാക്കി. തങ്ങന്മാരുടെ പരമ്പരയെ ഇല്ല എന്ന് പറഞ്ഞു. അത് കർബലയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞു. മഹാന്മാരായ സാദാത്യങ്ങൾ, ആലിമീങ്ങള് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നല്ലോണം താറടിച്ചു പറഞ്ഞു, ശരിയല്ല, അവരെ വാദഗതികളൊന്നും ഞങ്ങൾ കേൾക്കേണ്ടതില്ല, അവരുടെ ആ പൊട്ടാസുകൾക്കൊന്നും ഞങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല, അവരെ വഴിക്ക് വിടാ. അവരെ ഞങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ഒരു വേള സ്വീകരിച്ചോളണമെന്നില്ല. കാരണം അതങ്ങനെയാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ബിദ്അത്ത് എന്നത് അത് പിന്നെ പേവിഷം പോലെയാണ്, ഭ്രാന്തൻ നായിന്റെ വിഷം പോലെയാണ്. അതങ്ങനെ കൂടിക്കൊണ്ടും കൂടിക്കൊണ്ടും ഏറിക്കൊണ്ടും അതങ്ങനെ പകർന്നുണ്ടും പിന്നെ ഒരാൾക്ക് പകർന്നുണ്ടും പോകുന്നല്ലാതെ ബിദ്അത്ത് കുറയാൻ വേണ്ടി പോകുന്നില്ല. പേവിഷം അങ്ങനെയാണ്, അതുകൊണ്ട് ജാഗ്രത. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ബിദ്അത്തിന്റെ അഹ്ലുകാർ അവർ നരകത്തിന്റെ നായ്ക്കളാണ്, പട്ടികളാണ്. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അവരുടെ ഭാഗങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട. അവർ റസൂലുള്ളാഹിനെ ചെറുതാക്കിയവരാണ്, സാധാരണ മനുഷ്യനാക്കിയവരാണ്. ദിവസത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്യുന്നവരാണ് നബിതങ്ങളെന്ന് പറയുന്നവരാണ്. ഹബീബായ നബിതങ്ങളെ മേലെ സലാത്ത് അങ്ങനെ പ്രത്യേകമായിട്ടില്ല എന്ന് പറയുന്നവരാണ്. വെറുതെ പറയുന്നതല്ല. ഞങ്ങളെ പള്ളിയിൽ നടക്കുന്ന സലാത്ത്, സലാത്തുൻ നജാത്തിദ്ദാറൈൻ,
അതുപോലെ തന്നെ നാരിത്ത് സലാത്ത്, അതുപോലെ തന്നെ താജു സലാത്ത്, ഇബ്രാഹിമി സലാത്ത്, ഇതൊക്കെയും മുസ്തഫായ നബി തങ്ങളുടെ പേരിലുള്ള സലാത്താണ്. ഈ സലാത്തുകളൊക്കെയും എല്ലാ മഹാന്മാരും കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നതാ ഇവർ വന്നിട്ട് ലോകത്തോട് പറയുകയാണ് നാരിയത്തു സ്വലാത്ത് നരകത്തിലെ സ്വലാത്താണെന്ന്, മജ്ലിസുന്നൂർ മജ്ലിസുന്നാറാണെന്ന്. സുബ്ഹാനല്ലാഹ്. അവരോട് വാദിക്കാൻ പോകണ്ട, അവരോട് ഈ വിഷയം മുണ്ടിയിട്ട് കാര്യമില്ല. ഇതവരാക്ഷേപിച്ചതല്ല, നാട്ടില് പാർട്ടി ഉണ്ടാക്കുന്നതല്ല. എന്നാലും ഞങ്ങളെ നാട്ടിന്റെ പഴമക്കാരായ മനുഷ്യന്മാർ പണ്ട് കാലം മുതലേ നല്ല ആചാരങ്ങളുണ്ട് ഇവിടെ, നല്ല അനുഷ്ഠാനങ്ങളുണ്ട് ഇവിടെ. കുത്തുബിയത്തുണ്ട്, മൗലിദുണ്ട്, റാത്തിബുണ്ട്,